ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കഴിഞ്ഞ ഈ ഒരു മാസം ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റാണ് സൺഡേസിൽ പുനഃസമർപ്പണം എന്നുള്ള റീഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മളെ വീണ്ടും റീഡെഡിക്കേറ്റ് ചെയ്യാനുള്ള ഈ മാസത്തിൻ്റെ അവസാന ആഴ്ചയിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വീണ്ടും നമ്മളെ പുനഃസമർപ്പിക്കാനുള്ളൊരു സമയമാണ്. ആദ്യമേ ബ്രദർ ഡാമിൻ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുക, രണ്ടാമത് നമ്മളെ തന്നെ സമർപ്പിക്കുക, മൂന്നാമത് നമ്മുടെ ശുശ്രൂഷകളെ സമർപ്പിക്കുക, നാലാമത് ഇന്നലെ ഈ കഴിഞ്ഞ ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ കേട്ട കാര്യമനുസരിച്ചിട്ട് നമ്മുടെ മതിലുകളെ പുനഃസമർപ്പണം ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ഞായറാഴ്ച നമ്മൾ കേൾക്കും. പക്ഷേ ഈ ഒരു ആഴ്ച മുഴുവൻ പുനഃസമർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ആഴ്ചയാണ്. നമ്മളെ തന്നെ സമർപ്പിക്കുക, എല്ലാ മേഖലകളിൽ സമർപ്പിക്കുക, ചിന്തിച്ചുകൊണ്ടിരിക്കുക എവിടെയൊക്കെയാണ് ഞാൻ വിട്ടുകൊടുക്കാത്തത് എന്ന് ചിന്തിക്കുക. അതെല്ലാം ചിന്തിച്ച് മനസ്സിലാക്കി എടുത്ത് ആ ഭാഗങ്ങളെല്ലാം കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുക. ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ എന്ന് പറയുന്ന എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷർ, ഒരു കീ സ്പോൺസറാണ്. താങ്ക് യു. കർത്താവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിനും അവരുടെ ഭർത്താവിൻ്റെയും ബാക്ക് പെയിൻ സൗഖ്യമാകുവാൻ, ജോലിക്കാരുടെ ബാക്ക് പെയിൻ സൗഖ്യമാകുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ 2 പ്രധാനപ്പെട്ട മീറ്റിംഗ് കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഈ വരുന്ന ഡിസംബർ 31 രാത്രി 7 മണി മുതൽ നമ്മുടെ ന്യൂ ഇയർ ബ്ലെസ്സിങ് പ്രെയർ നടക്കുകയാണ്. അതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് 2026 പ്രവേശിക്കാനുള്ളൊരു സമയമാണ്. അതുകൊണ്ട് അത് മിസ് ചെയ്യരുത് എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വരുന്ന തിങ്കളാഴ്ച വൈകുന്നേരം 7 മണി മുതൽ 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബൈബിൾ സ്റ്റഡി പരമ്പര തന്നെ തുടങ്ങാൻ പോകുകയാണ്. ബുക്ക് ഓഫ് റെവലേഷനാണ്, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കി നടക്കുന്ന ആ സ്റ്റഡി. അതിനു വേണ്ടിയിട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും കൊച്ചിയിലേക്ക് നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്യാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സാധിക്കുന്നില്ലെങ്കിൽ മാത്രം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കാണാം. സോ രാവിലെയും വൈകിട്ടും 7 മണിക്ക് 2 സമയത്ത് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ചില കാര്യങ്ങൾ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് ഈ ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോവുകയാണ്. കർത്താവ് എല്ലാവരെയും അതിനുവേണ്ടി ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഇന്നത്തെ സന്ദേശം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്നലെ വരെ നമ്മൾ യോസഫിൻ്റെ ചരിത്രത്തിൽ നിന്ന് സംസാരിച്ചപ്പോൾ യോസഫിൻ്റെ ടെംപ്റ്റേഷനിലെത്തി നിൽക്കുകയാണ്. യോസഫിൻ്റെ പശ്ചാത്തലം അറിയാം. അവൻ വളരെ നല്ല ഭക്തിയുള്ള പിതാക്കന്മാരിൽ നിന്നാണ് ജനിച്ചത്. തൻ്റെ പിതാവ് തന്നെ ദൈവവുമായി നേരിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു. മാത്രമല്ല തൻ്റെ പിതാവായ യാക്കോബിനെ ദൈവം ഇസ്രായേലാക്കി. താൻ ഒത്തിരി വേദനകളിലൂടെയും കഷ്ടതകളിലൂടെയൊക്കെ പോകേണ്ടി വന്നു. തൻ്റെ വീട്ടിൽ ചെറുപ്പകാലത്ത് തൻ്റെ ഇരട്ട സഹോദരനുമായി പ്രശ്നമുണ്ടായി. താനും ഒരല്പം തട്ടിപ്പും വെട്ടിപ്പും കാണിച്ചിട്ടാണെങ്കിലും തൻ്റെ ആ ജ്യേഷ്ഠാവകാശം താൻ തട്ടിയെടുത്തിരുന്നു. അതേ ചൊല്ലിയുണ്ടായ പ്രശ്നത്തിൽ ഒരു അഭയാർത്ഥിയെപ്പോലെ താൻ ഓടി നടന്നു. അമ്മാവൻ്റെ വീട്ടിൽ ലാബാൻ്റെ വീട്ടിലെത്തുന്നു. ലാബാൻ്റെ മകളായ റേച്ചലിനെ സ്നേഹിക്കുന്നു. എന്നാൽ ആദ്യം കല്യാണം കഴിച്ച് കിട്ടുന്നത് ലേയാണ്, മൂത്തയാളെ. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റേച്ചലിനെ കല്യാണം കഴിച്ചു. പിന്നെ 2 ഭാര്യമാർ വേറെ, ബിൽഹ, സെൽപ്പ. അവരിൽ നിന്ന് മൊത്തത്തിൽ 12 മക്കൾ. അതിൽ 11ാമത്തവനാണ് യോസഫ്. യോസഫ് 12 മക്കളിൽ വ്യത്യസ്തനായിരുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ വ്യത്യസ്തനായിരുന്നു. ഇന്നലെ ഞാൻ നിങ്ങളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും പറഞ്ഞു ഐ ആം ഡിഫറെൻറ്റ്. എല്ലാവരും പറഞ്ഞു ഐ ആം ഡിഫറെൻറ്റ്, ഞാൻ വ്യത്യസ്തനാണ്. എല്ലാ അയൽവക്കത്തുള്ളവർ ജീവിക്കുന്നത് പോലെ, വീട്ടിലുള്ള മറ്റുള്ളവരെ പോലെ, സഹപാഠികളെ പോലെ, സഹപ്രവർത്തകരെ പോലെ, സഭയിലുള്ള മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ വേണ്ടിയുള്ള ആളല്ല ഞാൻ. ഐ ആം ഡിഫറെൻറ്റ്. എല്ലാവരും പല പാപങ്ങൾ ചെയ്യുമായിരിക്കും, പക്ഷേ ഐ കനോട്ട് ഡു ദാറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. എനിക്ക് ദൈവഭയമുണ്ട്, എനിക്കത് വേണ്ട. എല്ലാ വിശ്വാസികളും ഇതൊക്കെ ചെയ്യുന്നതല്ലേ, വേണ്ട, എനിക്കത് വേണ്ട. ഐ ആം ഡിഫറെൻറ്റ്. ഡിഫറെൻ്റ് ആകാനാണ് ബുദ്ധിമുട്ട്. ഇന്ന് ഒത്തിരി പേര് പിയർ പ്രഷറിലല്ലേ ജീവിക്കുന്നത്. ഇപ്പോൾ ഡ്രസ്സിൻ്റെ സ്റ്റൈല് മാറി. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തില്ലെങ്കിൽ ഞാനൊരു കോമാളിയായി പോകും. സോ ആ പ്രഷറിൽ ഞാൻ അതുപോലെ ആകുകയാണ്. സോ
ഓരോ സമയത്തുള്ള ഫാഷനുകൾ, ലൈഫ് സ്റ്റൈലുകൾ, ഓരോരുത്തരുടെ ജീവിത രീതികൾ അത് എത്രത്തോളം ദൈവത്തെ വെറുപ്പിക്കുന്നതാണ്. ചില സംസ്കാരങ്ങൾ ദൈവത്തിനെതിരാണ്, ദൈവകൽപ്പനകൾക്കെതിരാണ്. എങ്കിലും ആ കൾച്ചറിൽ കിടക്കുമ്പോൾ നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മൾ അങ്ങ് ഒറ്റപ്പെട്ടു പോവില്ലേ? നോ, ദൈവവചനം എന്ന് പറയും, ദൈവത്തിൻ്റെ പ്ലം ലൈൻ, ദൈവത്തിൻ്റെ തൂക്കുകട്ട എവിടെ വീഴുന്നു അത് നോക്കി വേണം, ആ സ്റ്റാൻഡേർഡിൽ വേണം ജീവിക്കാൻ. ഞാനൊരു കാര്യം പറയട്ടെ, 1000 പേർ ഒരു സ്ഥലത്ത് നിൽക്കുക, 999 പേരൊരു പച്ചക്കള്ളം പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഒരാൾ മാത്രം ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുകയാണ്. 999 എന്ന് പറയുമ്പോൾ മെജോറിറ്റിയാണ്. മറ്റേത് ഒരാളേ ഉള്ളൂ. ഈ മെജോറിറ്റി മുദ്രാവാക്യം വിളിച്ച് വലിയ വായിൽ പറഞ്ഞതുകൊണ്ട് ഒരു കള്ളം സത്യമാകുമോ? മെജോറിറ്റി ആളുകൾ ഒരു കാര്യം ചെയ്തത് കൊണ്ട് അത് പാപമല്ലാതിരിക്കുമോ? പാപത്തെ പാപമല്ലാതാക്കാൻ കഴിയുമോ? ഒത്തിരി പേര് ചെയ്യുന്നത് കൊണ്ട് അത് പാപമല്ല, ഞങ്ങളുടെ കൾച്ചറിലാണെന്ന് പറയാൻ കഴിയുമോ? ഇവിടെയാണ് നമ്മൾ വ്യത്യസ്തരാകേണ്ടത്. നമ്മുടെ മാനദണ്ഡം ദൈവം, ദൈവത്തിൻ്റെ വചനം. ഇത് വിട്ട് നമ്മൾ മാറരുത്. ഓൾ റൈറ്റ്, നമ്മൾ ഏറ്റവും അവസാനം കണ്ടത് തൻ്റെ യജമാനത്തി പൊത്തിഫറിൻ്റെ ഭാര്യ തന്നെ പാപം ചെയ്യുവാനായി പ്രലോഭിപ്പിക്കുന്നു. പക്ഷേ ബ്ലാറ്റൻ്റായി താൻ വെട്ടി തുറന്നു പറഞ്ഞു, നിന്നെ അല്ലാതെ ഒന്നും എനിക്ക് വിലക്കിയിട്ടില്ല, അതുകൊണ്ട് ദൈവത്തോട് ഞാൻ പാപം ചെയ്യില്ല, എനിക്കൊരിക്കലും ഇത് ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ പല ദിവസത്തോറും ഈ പ്രലോഭനം വന്നു. പക്ഷെ പിടിച്ചു നിന്നു. എന്തുകൊണ്ട്? ദൈവഭയം കൊണ്ട്. അവസാനം ഒരു ദിവസം ആ സ്ത്രീ മറ്റാരും വീട്ടിലില്ലാത്തപ്പോൾ തന്നെ കയറി പിടിച്ചു, കടന്നു പിടിച്ചു. ഡ്രസ്സിലാണ് പിടുത്തം കിട്ടിയത്. പക്ഷെ അവൻ വലിഞ്ഞോടിയപ്പോൾ ഡ്രസ്സ് അവളുടെ കയ്യിലായി, മേൽവസ്ത്രം അവളുടെ കയ്യിലായിപ്പോയി. യോസഫ് ഓടി. അപ്പോൾ ഈ സ്ത്രീ അങ്ങ് തിരിഞ്ഞു, വാദി പ്രതിയായി നേരെ അങ്ങ് തിരിഞ്ഞു. അവളിപ്പോൾ ഉറക്കെ കരഞ്ഞ് ഇവൻ എന്നെ റേപ്പ് ചെയ്യാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മേലൊരു കുറ്റം ആരോപിച്ചു. 16-ാമത്തെ വചനത്തിൽ എന്ന് വെച്ചാൽ ഉൽപ്പത്തി പുസ്തകം 39:16 യജമാനൻ വീട്ടിൽ വരുവോളം അവൾ ആ വസ്ത്രം തൻ്റെ പക്കൽ വെച്ചുകൊണ്ടിരുന്നു. ഇതും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, യോസഫിന് കൊടുക്കാതെ. തെളിവാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഈ ഡ്രസ്സിൻ്റെ പേരിൽ ഇതിപ്പോൾ രണ്ടാമത്തേതാണ്. ആദ്യത്തെ ഡ്രസ്സ്, അപ്പം കൊടുത്ത ഡ്രസ്സ്, ആ ഡ്രസ്സും കൊണ്ട് ആ ഡ്രസ്സ് തൻ്റെ ജ്യേഷ്ഠന്മാർ ഊരിയെടുത്ത് അതൊരു കുഞ്ഞാടിൻ്റെ ചോരയിൽ മുക്കി ഒരു ഫാൾസ് എവിഡൻസ് ഉണ്ടാക്കി തൻ്റെ അപ്പനെ തെറ്റിദ്ധരിപ്പിച്ച് മകൻ മരിച്ചുപോയി എന്ന് വിശ്വസിപ്പിച്ച് ഇപ്പോൾ അപ്പൻ അവിടെ വർഷങ്ങളായിട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുക. വിലാപം മാറിയിട്ടില്ല. കാരണം ഏതോ ദുഷ്ടമൃഗം എൻ്റെ മകനെ കടിച്ചു തന്നു. ബട്ട് ഇറ്റ് വാസ് എ ഫാൾസ് എവിഡൻസ്. എല്ലാവരും പറഞ്ഞ ഫാൾസ് എവിഡൻസ്. അതിനെന്താ പറയുക മലയാളത്തിൽ? ഒരു കള്ള സാക്ഷ്യം. എന്താണെന്ന് വെച്ചാൽ ഒരു കള്ള തെളിവ്, തെറ്റായൊരു തെളിവ് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പം ഈ പിശാചിൻ്റെ എപ്പോഴുമുള്ള പ്രവൃത്തി ഇതാണ്. ഫാൾസ് എവിഡൻസ് കൊണ്ട് കാണിച്ച് നമ്മളെ വിശ്വസിപ്പിക്കും. നമ്മളെ വിശ്വസിച്ച് കഴിയുമ്പോൾ അത് പിന്നെ ആജീവനാന്തം അവൻ്റെ അടിമയാകും. അപ്പോൾ ഒന്നാമത്തെ വസ്ത്രം കൊണ്ടുപോയി. രണ്ടാമത് ഇവന് ഇവിടെയുള്ള ഒരു പക്ഷേ അവൻ്റെ ഒഫീഷ്യൽ യൂണിഫോമാണ്, എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. പൊത്തിഫർ തയ്പ്പിച്ചു കൊടുത്തതാകാം, പൊത്തിഫറിൻ്റെ ഇഷ്ടഭാജനമാണ്. എന്നാൽ അതും ഇപ്പോൾ ഫോൾസ് എവിഡൻസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ വസ്ത്രം ഫോൾസ് എവിഡൻസായി, ഈ വസ്ത്രവും ഫോൾസ് എവിഡൻസായി മാറി. ഈ യജമാനൻ വരുന്നതുവരെ, പൊത്തിഫർ വരുന്നതുവരെ ആ വസ്ത്രം പിടിച്ചുകൊണ്ട് അവൾ ഇരിക്കുകയാണ്. അവനോട് അവൾ അവണ്ണം തന്നെ സംസാരിച്ചു. നീ കൊണ്ടുവന്നിരിക്കുന്ന എബ്രായദാസൻ എന്നെ ഹാസ്യമാക്കുവാൻ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ഉറക്കെ നിലവിളിച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു. നിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപം ജ്വലിച്ചു. സ്വന്തം ഭാര്യയെ ആരെങ്കിലും വഷളാക്കുന്നെന്നറിഞ്ഞാൽ സാധാരണ പുരുഷന്മാർ സഹിക്കുമോ? അയാൾ വിശ്വസിച്ചു. കാരണം തെളിവ്,
ഫോൾസ് എവിഡൻസ് കയ്യിലിരിക്കുകയാണ്. യോസഫിൻ്റെ വസ്ത്രം. ഒരുപക്ഷെ ആ സമയത്ത് മേൽവസ്ത്രമില്ലാതെ യോസഫ് എവിടെയെങ്കിലും മാറി നിൽക്കുകയായിരിക്കും. അപ്പോൾ 20-ാമത്തെ വചനത്തിൽ യോസഫിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കിടന്നു. ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇവിടെ അന്നത്തെ കാലത്ത് വിചാരണയില്ല. ഇന്നാണെങ്കിൽ ഒരു കോടതിയിൽ ആദ്യം തന്നെ ഒരു മർഡർ കേസാണ്, അല്ലെങ്കിൽ റേപ്പ് കേസാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസാണെങ്കിൽ, സെക്ഷൽ അസോൾട്ട് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കേസ് ഫയൽ ചെയ്ത് പിന്നെ പ്രതിയെയും വാദിയെയും വിസ്തരിക്കുന്നു, സാക്ഷികളെ വിസ്തരിക്കുന്നു, സാക്ഷികളെ വീണ്ടും നിരത്തുന്നു, സാക്ഷികളെ ഉണ്ടാക്കുന്നു. 2 സ്ഥലത്തും ക്യാമ്പയിൻ നടക്കുന്നു. സാക്ഷികൾക്ക് ഇത്ര ലക്ഷം തരാം എന്ന് പറഞ്ഞ് സാക്ഷികളെ ഉണ്ടാക്കിയെടുക്കുന്നു. ഇങ്ങനെ ചില വർഷങ്ങൾ, ചിലപ്പോൾ 5 വർഷം, 6 വർഷം, 8 വർഷം, 10 വർഷം, ചിലപ്പോൾ 20 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വിധി വരുന്നത്. അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഹാജരാകണമെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ വിധി വന്നാലല്ലേ ശിക്ഷ വരുള്ളൂ. അന്നത്തെ കാലത്ത് ഇതൊരു പരിപാടിയില്ല. ഇവിടെ വിചാരണയുമില്ല, ഒന്നുമില്ല. നേരെ പോകുന്നത് ജയിലിലേക്കാണ്. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കിടന്നു. ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെ ഞാൻ പോവുകയാണെങ്കിൽ, നിങ്ങൾ പോവുകയാണെങ്കിൽ എന്ന് വെച്ചാൽ മനസ്സ വാച കർമ്മണ, ചിന്തകൾ കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തൊരു കുറ്റം ആരോപിക്കപ്പെടുന്നു. ആരോപണം മാത്രമല്ല, അതിന് ശിക്ഷ വിധിക്കപ്പെടുന്നു. ഇവിടെ കാരാഗൃഹത്തിലിടുക എന്ന് പറഞ്ഞാൽ പിന്നെ വെളിയിൽ വരണമെന്നില്ല, ആയുസ് അതോടെ തീർന്നു എന്നാണ്. എന്തായിരിക്കും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞാൻ പോവുകയാണെങ്കിൽ, നിങ്ങൾ പോവുകയാണെങ്കിൽ നമ്മുടെ പ്രതികരണം എന്താണ്? നമ്മുടെ അകത്തൊരു ഭയങ്കരമായൊരു കോപം ഉണ്ടാവില്ലേ? ആ സ്ത്രീ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ജ്യൂസാക്കി കളയും. എന്നെങ്കിലും കാരാഗൃഹത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വീണ്ടും ഞാൻ കാരാഗൃഹത്തിൽ കിടന്നാലും കുഴപ്പമില്ല, അവളുടെ തല ഞാൻ വെട്ടിയിരിക്കും. ഇല്ല, സാധാരണ അങ്ങനെയല്ല. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് പല പ്രാവശ്യവും പ്രലോഭിപ്പിച്ചിട്ടും പാപത്തിന് വഴങ്ങാതിരുന്നിട്ടും ദൈവമേ എന്തുകൊണ്ട് നീ എനിക്കിത് വരുത്തി എന്നൊരു1000 ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാവില്ലേ? പക്ഷെ ഇരിക്കട്ടോ, ഹൗ യു റെസ്പോണ്ട് ടു ഇൻജസ്റ്റിസ്, false accusations, mistreatment, etc. towards you decides your future exaltation. നമ്മുടെ ഭാവിയിലേക്കുള്ള ഉയർച്ച എന്തിനടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതെന്നറിയാമോ? നമ്മളോട് തെറ്റ് ചെയ്യുന്ന, നമ്മെ കുറ്റമാരോപിക്കുന്ന, നമ്മെ ജയിലിലടക്കുന്ന, നമ്മെ കുറ്റവാളികളാക്കുന്ന, നമുക്കെതിരെ കള്ളസാക്ഷ്യം പറയുന്ന, നമുക്കെതിരെ ദുഷ്പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്നവരോട്, നമ്മെ മിസ്ട്രീറ്റ് ചെയ്യുന്നവരോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും? അതിനനുസരിച്ചാണ് നമ്മുടെ ഉയർച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവം നമ്മെ ഓരോരുത്തരും വലിയ ഉയരങ്ങളിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അനുദിന ജീവിതത്തിൽ, തൊഴിൽ സ്ഥലത്ത്, വീട്ടിൽ, പല സ്ഥലത്തും പലരും നമ്മെ മിസ്ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും? അതിനോട് ക്ഷമിക്കുമോ? ക്രൂശിൽ കിടക്കുന്ന കർത്താവ് പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ. ജോസഫിൻ്റെ അതേ അവസ്ഥയല്ലേ? എന്തെങ്കിലും പാപം യേശു ചെയ്തായിരുന്നു? മനസ്സുകൊണ്ടെങ്കിലും ചെയ്തായിരുന്നു? നന്മയല്ലാതെ ഒന്നും അവൻ ചെയ്തിട്ടില്ല. കുഷ്ഠരോഗികളെ പോലും തൊട്ട് സൗഖ്യമാക്കിയില്ലേ? കണ്ണില്ലാത്തവർ കണ്ണ് കൊടുത്തില്ലേ? കാഴ്ചയില്ലാത്തവർ കാഴ്ച കൊടുത്തില്ലേ? മുടന്തന്മാരെ എഴുന്നേൽപ്പിച്ചു വിട്ടില്ലേ? മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു വിട്ടില്ലേ? സകല രോഗികളെ സൗഖ്യമാക്കിയില്ലേ? ആർക്ക് എന്ത് ദോഷം യേശു ചെയ്തു? പക്ഷെ തനിക്ക് കിട്ടിയത് എന്താണ്? പല കോടതികളുടെ മുമ്പിൽ അന്ന് വിസ്താരവും വിചാരണയും എല്ലാം നടത്തി. 7 പ്രാവശ്യം അവൻ വിചാരണയിലൂടെ കടന്നുപോയി. 7ലും പറഞ്ഞു ഇവനിൽ ഒരു കുറ്റമില്ല. എന്നിട്ടും അവന് ശിക്ഷ വിധിച്ചു. പക്ഷേ ക്രൂസിൽ കിടന്നുകൊണ്ട് കർത്താവ് പറയാണ്, എല്ലാവരെയും കർത്താവെ അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകിയാൽ അവരോട് ക്ഷമിക്കണമേ. അവർക്ക് ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ലെന്ന്, എന്ന് വെച്ചാൽ അവർ നിരപരാധികളാണെന്ന്. ഡിപ്പ് ഹീലിങ്ങിൻ്റെ സമയത്ത് പാസ്റ്റർ ഫിന്നി പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അവരെല്ലാം യേശു നിരപരാധികളാക്കി പ്രഖ്യാപിച്ചു. അവരെല്ലാം അക്യൂട്ട് ചെയ്തു. എന്നിട്ട് ആ കുറ്റം അങ്ങ് ഏറ്റെടുത്തു. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഉയർച്ച വരുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. എഴുതി വെച്ചേ,
ലൈവ് ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിലും പോയി ആരെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത്, ഉയർച്ച വരുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. പ്രമോഷൻ കംസ് ഫ്രം ദ ലോർഡ്. ഉയർച്ച വരുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. ഇതൊരു അടിസ്ഥാനമായി തന്നെ വിശ്വസിക്കാമെങ്കിൽ പരാതി അവിടെ തീർന്നു. എന്നെ ഉയർത്തുന്നത് മനുഷ്യരല്ല, ദൈവമാണ്. ദൈവത്താലാണ് ഞാൻ ഉയർച്ച പ്രാപിക്കുന്നത്. ഇനി മനുഷ്യർ ഉയർത്തി എവിടെ വരെ ഉയർത്തും? ദൈവം ഉയർത്തുവാണെങ്കിൽ സ്വർഗം വരെ ഉയർത്താൻ കഴിയും, 3-ാം സ്വർഗം വരെ ഉയർത്താൻ കഴിയും. നമ്മുടെ കാണുന്നത് ജോസഫ് വാസ് നോട്ട് ബിറ്റർ when he underwent all these things. ഇതിലൂടെ ഒക്കെ പോകുമ്പോഴും ജോസഫിന് എന്തില്ല? ജോസഫ് ബിറ്റർ ആകുന്നില്ല. അതെങ്ങനെ മനസ്സിലായി? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പരിശുദ്ധാത്മാവ് അതെഴുതി ചേർക്കുകയില്ലേ? അവന് വിഷമുണ്ടായി കാണും, അവൻ കരഞ്ഞു കാണും. ഉദാഹരണത്തിന് പൊട്ടക്കുഴിയിലിട്ട സമയത്ത്, വെള്ളമില്ലാത്ത ആ പൊട്ടക്കുഴിയിൽ കൊണ്ടുപോയി ഇട്ട സമയത്ത് ഒത്തിരി അവൻ കരഞ്ഞു, പ്ലീഡ് ചെയ്തു തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളോട്. അത് മറ്റൊരു ഭാഗത്ത് വരുന്നുണ്ട്, നമ്മൾ വായിക്കുമ്പോൾ കാണാം. അവിടെ എഴുതിയിട്ടില്ലെങ്കിലും മറ്റൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ജോസഫ് വാസ് നെവർ ബിറ്റർ when he faced all these trials and temptations and false accusations and mistreatments. ഇനി അതിനുശേഷമുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് നോക്കാം. എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു, കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. കാരാഗൃഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗൃഹ പ്രമാണി യോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരെ പ്രവർത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു. യഹോവ അവനോടുകൂടെ ഇരുന്നു. അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുക കൊണ്ട് തൻ്റെ കൈക്കുള്ള യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. പൊത്തീഫറിൻ്റെ വീട്ടിൽ നടന്നു തന്നെ ഇവിടെ നടക്കുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, ഈ യോസഫിന് അതിഭയങ്കരമായ കയ്പും വെറുപ്പും പ്രതികാര ചിന്തകളും ക്ഷമിക്കാത്ത അവസ്ഥകളും ഉണ്ടായിരുന്നെങ്കിൽ അവന് ജോലിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമായിരുന്നോ? ഇതിലുള്ള ടാർഗറ്റ് മീറ്റ് ചെയ്യേണ്ട സെയിൽസ് എക്സിക്യൂട്ടീവ്സ് തുടങ്ങി ബിസിനസ്സുകാർ തുടങ്ങി വളരെ നല്ല രീതിയിൽ വളരെ അറ്റൻഷനോടുകൂടി ജോലി ചെയ്യേണ്ട സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് തുടങ്ങി എല്ലാവരോടും ഞാൻ പറയാം, ഹൃദയം, നമ്മുടെ മനസ്സ്, നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ഫ്രീ ആണോ, ജോയ്ഫുൾ ആണോ, അത്രത്തോളം പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കും. അത്രത്തോളം ടാർഗറ്റുകൾ മീറ്റ് ചെയ്യാനും പലതും അച്ചീവ് ചെയ്യാൻ കഴിയും, പല മൈൽ സ്റ്റോണും കിടക്കാൻ കഴിയും. അപ്പോൾ യോസഫിൻ്റെ കാര്യത്തിൽ കാരാഗൃഹത്തിൽ കിടന്നിട്ട് അവിടെയും ദൈവം അവനോട് കൂടി ഇരുന്നു. ദൈവം കൂടിയിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് അവനോട് കൂടെ ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ അവൻ്റെ ഹൃദയം വൃത്തിയുള്ളതായിരുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. അവൻ ആ പക വെച്ചില്ല, കയ്പ് വെച്ചില്ല. വിഷമം തോന്നിക്കാണും, തീർച്ചയായിട്ടും വിഷമം വരും. മനുഷ്യരല്ലേ നമ്മൾ, വികാരജീവികളാണ്. മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, നമുക്കെതിരെ കള്ളം പറഞ്ഞു വരുത്തുമ്പോൾ, അപവാദങ്ങൾ പറഞ്ഞു വരുത്തുമ്പോൾ നമ്മുടെ അകത്ത് വിഷമം ഉണ്ടാകില്ല? വിഷമം ഉണ്ടാകാം, മനുഷ്യരാ. പക്ഷെ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ പിന്നെ ഞാനും 10 പറഞ്ഞിട്ടേ ഇരിക്കും. എനിക്കെതിരെ കള്ളം പറഞ്ഞു വരുത്തെങ്കിൽ അവനെതിരെ ഒരു 100 കള്ളം ഞാൻ പറഞ്ഞുണ്ടാക്കും. ടിറ്റ് ഫോർ ടാറ്റ്. ആ രീതിയിൽ നമ്മൾ പോകരുത്. കർത്താവ് പറയുന്നു, വെഞ്ചൻസ് ഈസ് മൈൻ, ഐ വിൽ ഡു ദാറ്റ്. പ്രതികാരം എനിക്കുള്ളതാണ്, ഇങ്ങോട്ട് വന്നേക്ക്, ഞാൻ ചെയ്തോളാം. നീ മാറിയിരിക്കേ, നീ ഫ്രീ ആയിക്കോ, അതൊക്കെ ഞാൻ ചെയ്തോളാം. കർത്താവ് പ്രതികാരം മൊത്തം ഏറ്റെടുത്തേക്കുവോ? നമ്മളാരും പ്രതികാരം ചെയ്യാൻ പോകണ്ട. നമുക്കെതിരെ പലതും 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 ആളുകൾ ചെയ്തെന്നിരിക്കും. ഒത്തിരി പേർക്ക് അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടും മറ്റുള്ളവർ വളരുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടും പലതും ചെയ്തു കാട്ടും. പക്ഷേ നമ്മളവിടെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കർത്താവ് നോക്കിക്കോളും. കർത്താവ് ഒരു സ്വപ്നം തന്നെങ്കിൽ കർത്താവ് അത് ഉയർത്തിക്കോളും, കർത്താവ് അത് നടത്തിക്കോളും. ഈ സ്വപ്നം നിറവേറിയാലും ഇല്ലേലും പാപം ചെയ്യാൻ ഞാൻ പോകുന്നില്ല, എനിക്ക് ദൈവഭയമുണ്ട്. ഈ രീതിയിൽ വേണം നമ്മൾ ജീവിക്കാൻ. 21-ാമത്തെ വചനത്തിൽ, "The Lord was with him, he showed him kindness and granted him favor in the eyes of the prison warden."
അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് സർക്കംസ്റ്റാൻസസ് ഡു നോട്ട് എഫക്റ്റ് ദ ഫേവർ ആൻഡ് ദ ബ്ലെസ്സിങ്സ് ദാറ്റ് യു ക്യാരി. നിങ്ങൾ വഹിക്കുന്ന ദൈവത്തിൻ്റെ അനുകൂലതയും അനുഗ്രഹങ്ങളും സാഹചര്യങ്ങൾ ഒരിക്കലും അതിനെ സ്വാധീനിക്കുവാൻ കഴിയുന്നതല്ല. സാഹചര്യങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ ഫേവർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും ജോസഫ് അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഒരു ജയിൽ പുള്ളി അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? അവൻ കുറ്റവാളിയല്ലേ? ജയിലിൽ എന്തുണ്ട്? അവന് ജീവിതമുണ്ട്, ജീവിത സാഹചര്യങ്ങളുണ്ട്, എന്തെങ്കിലും സ്വാതന്ത്ര്യമുണ്ടോ? അവനെങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയുന്നു? പക്ഷെ ബൈബിൾ അങ്ങനെ പറയുന്നത്, ഇതിനകത്ത് കാരാഗൃഹത്തിനകത്തും ജോസഫ് അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. പൊത്തിഫറിൻ്റെ വീട്ടിൽ അടിമപ്പണി ചെയ്യുമ്പോഴും അവൻ അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ ഡെഫിനിഷൻ വേറൊരു ലെവലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നതിൻ്റെ അർത്ഥം അനുഗ്രഹിക്കപ്പെട്ട ഒരാൾ എന്നും ഞെരുക്കത്തിലല്ല. ഇപ്പോഴേ അനുഗ്രഹം അകത്തെ ഡെപ്പോസിറ്റാണ്. പക്ഷെ ഇത് മാനിഫെസ്റ്റ് ചെയ്യും എപ്പോൾ? ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോൾ. എന്ത് ടെസ്റ്റാണ്? ക്യാരക്ടർ ടെസ്റ്റ്, ഇൻറ്റഗ്രിറ്റി ടെസ്റ്റ്, ഫെയ്ത്ത്ഫുൾനെസ് ടെസ്റ്റ്, ഗുഡ്നെസ് ടെസ്റ്റ്. ഈ ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോൾ പിന്നൊരു ഉയർച്ചയാണ്. എന്നാൽ ഒത്തിരി പേരും 2ാം ക്ലാസ് പാസ്സാവേണ്ട എന്നാലല്ലേ 3ലേക്ക് പോകൂ. ഒത്തിരി പേരും ഒരേ ക്ലാസ്സിൽ കിടക്കുകയാണ്. ചിലരുണ്ട്, ചില സഭയിൽ നിൽക്കുമ്പോൾ അവർ ചില വിശ്വാസികളുമായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ദേവദാസനുമായിട്ടൊക്കെ പ്രശ്നം ഉണ്ടാവും. ഉടൻ തന്നെ അവർ നേരെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ നേരെ അടുത്തൊരു കൂട്ടായ്മയിൽ എങ്ങനെയെങ്കിലും കയറും. അപ്പോൾ ഈ കൂട്ടായ്മ ഒരു പ്രശ്നമില്ലാത്ത കൂട്ടായ്മയാണ്. പക്ഷേ ഇവരവിടെ കയറി അവിടെ അന്ന് പ്രശ്നം തുടങ്ങി. കാരണം എന്താണ്? അതിനു മുമ്പത്തെ കൂട്ടായ്മയിൽ അൺസെറ്റിൽഡായി കിടക്കുന്ന അൺഫോർഗിവ്നെസ്സും പ്രശ്നങ്ങളും ഒഫൻസും ബിറ്റർനെസ്സും അകത്ത് സീഡ്സായിട്ട് വിത്തുകളുമായിട്ടാണ് അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. അത് ആ കൂട്ടായ്മയ്ക്കും കേടാണ്. പക്ഷെ പതുക്കെ അവരവിടെ നിന്ന് കുറേ നാളൊക്കെ ഭയങ്കര സമാധാനം, പഴയ കൂട്ടായ്മ എന്ത് നല്ല കൂട്ടായ്മയായിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ വിത്ത് മുളച്ച് വീണ്ടും കയ്പും പ്രശ്നങ്ങളുമായിട്ട് അവിടെയും പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഉടൻ തന്നെ അവർ തീരുമാനിക്കും, ഈ കൂട്ടായ്മ ശരിയല്ല, ഇതിനേക്കാൾ നല്ലത് നമുക്ക് സിറ്റിയിൽ വേറെ ഏതാ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വേറെ സ്ഥലത്ത് വാവ് ആദ്യത്തെ 2 കൂട്ടായ്മ പോക്കാം, ഇതാ നല്ലത്. പക്ഷെ ഇപ്പോഴും അകത്തെ ഒഫൻസ്, ഇടർച്ചകൾ, വിഷമങ്ങൾ, പലരോട് ദൈവദാസന്മാരുള്ള കയ്പ്, വിശ്വാസികളോടുള്ള മുറിവുകൾ, ഇതൊന്നും ഉണങ്ങാതെയാണ് വ്രണമായിട്ട് അവിടെ ചെന്നിരിക്കുന്നത്. അവിടെയും പ്രശ്നമുണ്ടാകും. കുറേ കഴിയുമ്പോൾ ഒരു കൺക്ലൂഷനിലെത്തും, ഈ ഒരു കൂട്ടായ്മയും ശരിയല്ല, ഒരു ദൈവദാസനും ശരിയല്ല, വിശ്വാസിയും ശരിയല്ല, ഏതായാലും നമ്മൾ രക്ഷിക്കപ്പെട്ടു പോയി, വേദോസ്തവമൊക്കെ കുറച്ചൊക്കെ അറിയാം, നമുക്ക് വീട്ടിലിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ അവർ ഇൻ്റർനാഷണൽ ചർച്ച് ഓഫ് ഗോഡിൽ മെമ്പർഷിപ്പ് എടുക്കും. പിന്നെ അന്ന് തുടങ്ങി വീട്ടിലാണ്. കുറേ നാൾ അങ്ങനെ പോകും. കുറച്ച് കഴിയുമ്പോൾ ഈ ഒന്നും ശരിയല്ല, ഇതൊക്കെ തോന്നല, എല്ലാം കളയും. അവിടെ ഒരു പരിപാടി തീർന്നു. ഞാനതാ പറയുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നാം എങ്ങനെ പ്രതികരിക്കും? അതത് സമയത്ത് നമ്മുടെ അകത്ത് നിന്ന് ഇതെല്ലാം അൺലോഡ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഈ ബാക്ക്ലോഗ്സ്, ഈ ഡെപ്പോസിറ്റ്സ്, ഇതെല്ലാം നമുക്ക് തന്നെ കേടുവരുത്തുന്നതാണെന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, ഞാൻ എൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കൺക്ലൂഷനിലേക്ക് ഞാൻ വരട്ടെ. ജോസഫിൻ്റെ സ്ഥാനത്ത് മറ്റൊരു യുവാവായിരുന്നെങ്കിൽ, അങ്ങനൊരു സാഹചര്യം കിട്ടിയാൽ ആ പ്രലോഭനത്തിൽ വീണേനെ. പക്ഷേ യോസഫിന് ഒരു കാര്യം എവിടെയോ അകത്തറിയാം, എൻ്റെ ദൈവം എന്നെങ്കിലുമൊക്കെ ഇതിനൊരു മാറ്റം വരുത്തും. മാറ്റം വന്നാലും ഇല്ലേലും എനിക്കെൻ്റെ ദൈവത്തിനെതിരെ പാപം ചെയ്യാൻ ഞാനില്ല. ഐ ആം ഡിഫറെൻറ്റ്. ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി. ഇത് നിങ്ങളുടെ കഥയുമാകാം. ഞാനിത് തുടരും. നാളെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ട്. ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി, ഇത് നിങ്ങളുടെ കഥയാകാം എന്ന ഈ പരമ്പര വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി കാര്യമായ ചിലതിലൊക്കെ നമ്മൾ കയറാൻ പോകുന്നേ ഉള്ളൂ. എനിക്കൊരു അപേക്ഷയുണ്ട്, ഒത്തിരി പേർക്ക് ഇതിൻ്റെ ലിങ്കുകളൊന്ന് അയച്ചു കൊടുക്കണേ. അതത് ദിവസം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലും ചില ഗുണപാഠങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തേണ്ട ചില കാര്യങ്ങളൊക്കെ കുറിച്ച് വെച്ചിരിക്കണം ഒരു നോട്ട്ബുക്കിൽ. അതൊത്തിരി പേർക്ക് പ്രയോജനകരമായി മാറും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കൈനീട്ടം. കർത്താവേ, തിരുനാമത്തിൽ ഇപ്പോൾ ജനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും.
ദൈവത്തിൻ്റെ വലിയ വിടുതൽ ഓരോരുത്തരും അനുഭവിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. മാനസിക രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകും. സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന മെഡിസിൻസ് എടുക്കുന്ന ചിലരെ കർത്താവ് വിടുവിക്കുകയാണ്. ഉത്തമ ബോധ്യം അകത്ത് കർത്താവ് തരും. ഞാൻ സൗഖ്യമായി, എനിക്ക് ഇതിൻ്റെ മരുന്നിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ മരുന്ന് സ്റ്റോപ്പ് ചെയ്യുക. ആ സൗഖ്യം ഇപ്പോൾ സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ. കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്ന കാര്യം, ഉറങ്ങാൻ കഴിയാത്ത വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്നു മുതൽ സമാധാനം ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും വലിയൊരു ശുശ്രൂഷ നിങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. പക്ഷേ ഇന്ന് യോസഫിനെ പോലുള്ള സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാൻ പോകുന്നത്, പക്ഷേ ദൈവം വ്യത്യാസം തരും. ഇപ്പോൾ കർത്താവെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് വിവിധ രീതിയിലുള്ള രോഗങ്ങൾ, അനാവശ്യമായി നിലയ്ക്കാത്ത ബ്ലീഡിംഗ് ഉള്ള ചില സഹോദരിമാരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ തിരുനാമത്തിൽ അനുഗ്രഹിച്ചിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനങ്ങളെ ബ്ലസ് ചെയ്യും. ജീസസ് നെയിം, ആമേൻ. ഇനിയും പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് പ്രയർ ലൈൻ നമ്പറിൽ വിളിക്കാം. അനേകർക്ക് ഇത് അയച്ചു കൊടുക്കണേ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.